ഗായ്സ്, എല്ലാവർക്കും സബ്ദാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ കോഴി കുമ്പളങ്ങി ഇറച്ചിയുമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കേണ്ട വിഭവം എന്ന് നമുക്ക് നോക്കാം. ആദ്യം 1 കിലോ കുമ്പളങ്ങി എടുത്ത് കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ 2 വലിയ ഉള്ളി, 1 തക്കാളി, പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 മൂടി തേങ്ങയും പിന്നെ എല്ലുള്ള ചിക്കനും ഒരു ബൗളിലേക്ക് മാറ്റി. അതിനുശേഷം ഗ്യാസിലേക്ക് പാൻ വെച്ച് എണ്ണ തിളയ്ക്കാൻ വെച്ചതിന് ശേഷം കടുകിട്ടു. കടുക് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ മാറ്റിവെച്ച ഉള്ളി അതിലേക്ക് ഇടുക. പിന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കൂ. അതിനുശേഷം ആ മല്ലിയിലയും കൂടി അതിലേക്ക് ചേർക്കുക, കറിവേപ്പിലയും. എന്നിട്ട് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. അതിനുശേഷം 4 പച്ചമുളകും അതിലേക്ക് ചേർക്കുക. പിന്നെ തക്കാളി, നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ആ തക്കാളി അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിലേക്ക് ചേർക്കുക. നല്ല എരിവുള്ള മുളക് പൊടി 1 സ്പൂൺ, മല്ലിപ്പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, അതേപോലെ ഗരം മസാലപ്പൊടി 1 സ്പൂണും അതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ ബൗളിൽ മാറ്റിവെച്ച ചിക്കൻ അതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 3 ഗ്ലാസ് വെള്ളം അതിലേക്ക് ചേർക്കുക. കാരണം അത് നാടൻ കോഴിയാണ്, ഒരുപാട് വേവ് അതിന് ആവശ്യമുണ്ട്. ആവശ്യത്തിന് അതിലേക്ക് ഉപ്പ് ചേർക്കും. പിന്നെ അത് മൂടി വയ്ക്കുക. അതിനുശേഷം ആ 1 മൂടി തേങ്ങയിൽ ജീരകവും അതുപോലെ കുരുമുളകും അതിലേക്ക് ചേർത്ത് മിക്സിയിലേക്ക് അരയ്ക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച കുമ്പളങ്ങ അതിലേക്ക് ചേർക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അത് മിക്സ് ചെയ്ത് കൊടുക്കൂ. അതെല്ലാം നന്നായി മിക്സ് ആയതിന് ശേഷം അത് അടച്ചു വയ്ക്കുക. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായി ആവുന്നവരെ അത് അടച്ചു വയ്ക്കുക. ഇത് തുറന്നതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് മല്ലിയും കറിവേപ്പിലയും അതിലേക്ക് ചേർക്കുക. നമ്മുടെ കറി ഇവിടെ തയ്യാറായിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യാൻ മറക്കരുത്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.